ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമ്മൾ തേർഡ് പ്രോഗ്രാമാണ് കാണാൻ പോകുന്നത്. തേർഡ് പ്രോഗ്രാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. ലിബ്രെ ഓഫീസ് റൈറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്യേണ്ട ടെക്സ്റ്റ് എങ്ങനത്തെ ടെക്സ്റ്റാണ്? ക്ലാസ് നമ്പർ, നെയിം, സബ്ജക്റ്റ് 1, സബ്ജക്റ്റ് 2, സബ്ജക്റ്റ് 3, ടോട്ടൽ. ആദ്യത്തെ വരിയിൽ അതെല്ലാം കോമ ഇട്ട് വേണം സെപ്പറേറ്റ് ചെയ്തേക്കണ്ടേ. പിന്നെ അടുത്ത വരിയിൽ 1 അനീഷ് 50, 45, 55, 150 അതും കോമ ഇട്ട് വേണം സെപ്പറേറ്റ് ചെയ്യാൻ. അങ്ങനെ ഒരു 5 സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പർ, പേര്, അവരുടെ മാർക്സ് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത ടെക്സ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് അതെല്ലാം സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ പേര് കൊടുക്കേണ്ട മാർക്ക് ലിസ്റ്റ് എന്നാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് അതിനൊരു ടേബിളാക്കി മാറ്റിക്കഴിഞ്ഞാൽ മൂന്നാമത്തെയും നാലാമത്തെയും റോയുടെ ഇടയ്ക്ക് ഒരു പുതിയൊരു റോ ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും ഒരു സാമ്പിൾ ഡേറ്റ കൊടുക്കുക. പിന്നെ ഇതിനെ ഒരു ടേബിൾ ഫോർമാറ്റിൽ, അതായത് ബോർഡറൊക്കെ കൊടുത്തിട്ട് അതിനൊരു ടേബിൾ ഫോർമാറ്റിലാക്കുക. പിന്നെ ലാസ്റ്റ് കോളം, അതായത് ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കോളം ഡിലീറ്റ് ചെയ്ത് കളയണം. പിന്നെ നാലാമത്തെ കോളം കാണും, റോ കാണും, അതും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ ഇത്രയും പ്രൊസീജിയറാണ് നമുക്ക് ചെയ്യാനുള്ള. അതിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആപ്ലിക്കേഷൻസ് എടുത്ത് ഓഫീസ് എടുത്ത് ലിബ്രെ ഓഫീസ് റൈറ്റർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ ഡോക്യുമെൻറ്റ് ഓപ്പണായി വരും. അവിടെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റകൾ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എല്ലാം ടൈപ്പ് ചെയ്ത് റെഡിയാക്കി വെക്കുക. റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഈ ഡേറ്റിനെയാണ് നമുക്ക് എന്താക്കി മാറ്റേണ്ടത്? ടേബിളാക്കി മാറ്റേണ്ടത്. ഈ തന്നിരിക്കുന്നത് ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിനെ ടേബിളാക്കി മാറ്റുക. അപ്പോൾ ടേബിളാക്കി മാറ്റണമെങ്കിൽ ആദ്യമേ എന്ത് ചെയ്യണം? ഫുൾ ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് 2 രീതിയാണുള്ളത്. ഒന്ന്, മൗസിൻ്റെ കേഴ്സർ എവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഫുൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ രണ്ടാമത്തെ രീതി, മൗസിൻ്റെ കേഴ്സർ സ്റ്റാർട്ടിങ്ങിൽ എവിടെയെങ്കിലും കൊണ്ടുവെക്കുക. എന്നിട്ട് Ctrl+A ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കൺട്രോളും A എന്ന് പറഞ്ഞ കീയും ഒന്നിച്ച് അമർത്തി പിടിക്കും. അത് അങ്ങനെ ചെയ്താലും നമുക്കിത് ഫുൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതിനെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ ടെക്സ്റ്റിനെ ടേബിൾ ആക്കണം. അപ്പോൾ ടേബിൾ എന്ന് പറഞ്ഞൊരു മെനു ഐറ്റം ഉണ്ട്. ആ ടേബിൾ എന്ന് പറഞ്ഞ മെനു ഐറ്റത്തിൽ കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ സെലക്ട് ചെയ്യുക. അപ്പം ഈ ടെക്സ്റ്റിനെ ഒക്കെ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന എന്ത് വെച്ചിട്ടാണ്? കോമ വെച്ചിട്ടല്ലേ. അപ്പം നമ്മളിവിടെ സെപ്പറേറ്റ് ടെക്സ്റ്റ് അറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഒരു ഹെഡിങ് ആണ്. അതിൻ്റെ അകത്ത് അതർ സെലക്ട് ചെയ്തിട്ട് കോമ സെപ്പറേറ്റർ, ഇവിടുത്തെ സെപ്പറേറ്റർ കോമയാണ്. അപ്പോൾ ആ കോമ ടൈപ്പ് ചെയ്യണം. മോസ്റ്റ് പ്രോബബ്ലി അവിടെ കോമ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടാവും. വന്നിട്ടില്ലെങ്കിൽ നമ്മൾ കോമ അവിടെ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പം കണ്ടോ, ഇതെങ്ങനെ ഒരു നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു ടേബിളിൻ്റെ രീതിയിൽ ഏകദേശം വന്നിട്ടുണ്ടാവും. ഇനി അത് വന്നതിന് ശേഷം നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? ടേബിളിൻ്റെ രീതി വന്നിട്ടുണ്ടെങ്കിലും ഇതിന് ബോർഡറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ബോർഡർ വരാനായിട്ട് നമ്മൾ ആദ്യമേ ഇതിനെ വീണ്ടും ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ടേബിൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഓട്ടോ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെനു ഐറ്റം ഉണ്ട്. ടേബിളിൻ്റെ അകത്ത് ഓട്ടോ ഫോർമാറ്റ് സ്റ്റൈൽസ്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ഡീഫോൾട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ കിടപ്പുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇതൊരു ടേബിൾ ഫോർമാറ്റിൽ ബോർഡറൊക്കെ വരച്ച് എല്ലാം റെഡി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആദ്യമേ ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്തു. ടെക്സ്റ്റ് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് വേണം ടൈപ്പ് ചെയ്യാനായിട്ട്. എന്നിട്ട് ടേബിളാക്കി മാറ്റാനായിട്ട് ടേബിൾ എന്ന് പറഞ്ഞ മെനു ഐറ്റത്തിൽ പോയിട്ട് കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ കൊടുക്കുക. അതിൽ സെപ്പറേറ്റ് ടെക്സ്റ്റ് അറ്റ്, അതിൻ്റെ അകത്ത് അതർ കോമ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഓൾറെഡി സെലക്റ്റഡ് ആയിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബോർഡർ വരുത്താനായിട്ട് ടേബിളിൻ്റെ അകത്ത് തന്നെ ഓട്ടോ ഫോർമാറ്റ് സ്റ്റൈൽസ് എടുക്കുക. അതിൻ്റെ അകത്ത് ഡീഫോൾട്ട് ഏറ്റവും ആദ്യം കിടക്കുന്ന സ്റ്റൈല് സെലക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതൊരു ബോർഡർ ഇട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തേർഡും ഫോർത്ത് റോയിൻ്റെ ഇടയ്ക്ക് ഒരു പുതിയൊരു റോ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഹൊറിസോണ്ടലി വരുന്ന ഈ സാധനത്തിനെയാണ് കാണുന്ന ഇതിനെയാണ് നമ്മൾ റോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 റോസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തേർഡും ഫോർത്തിൻ്റെ ഇടയിൽ എന്നാണ് പറഞ്ഞത്, തേർഡ് ആൻഡ് ഫോർത്ത് റോയുടെ ഇടയിൽ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഈ മൂന്നാമത്തെ കുട്ടിയും നാലാമത്തെ കുട്ടിയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു റോ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം പല രീതിയിലാണ് നമുക്കിത് എടുക്കാൻ പറ്റുന്നത്. ഇപ്പം വേണമെങ്കിൽ തേർഡ് റോ എന്ന് വെച്ചാൽ 1, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. അപ്പം 2ൻ്റെ 3ൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താലും തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ മൂന്നാമത്തെ നമ്പർ ഇട്ട ഈ റോയും നാലാമത്തെ നമ്പർ ഇട്ട റോയിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം ഈ 3ഉം 4 നമ്പർ ഇട്ട് ഇതാണല്ലോ. അപ്പോൾ 3ഉം 4ൻ്റെ ഇടയിലാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കുട്ടിയുടെ അത് സെലക്ട് ചെയ്യുക, ആ റോ സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം ടേബിൾ എടുക്കുക. ടേബിൾ എടുത്തിട്ട് ഇൻസേർട്ട് എടുക്കുക. ഇൻസേർട്ടിൻ്റെ അകത്ത് റോസ് ബിലോ 3ൻ്റെ താഴെ ആണ് വരേണ്ടത്. അപ്പോൾ ഇൻസേർട്ട് റോസ് ബിലോ കൊടുക്കുക. അപ്പോൾ കണ്ടോ, 3ൻ്റെ താഴെ ഒരു റോ നമുക്ക് ഇൻസേർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ കാണിക്കാം എന്താ ചെയ്യേണ്ടത്. 3ൻ്റെ താഴെ 3 നമ്പർ ഇട്ട കുട്ടിയുടെ താഴെ ശ്രീദേവിൻ്റെ താഴെയാണ് പുതിയൊരു റോ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് ടേബിൾ എടുക്കുക. ടേബിളിൻ്റെ അകത്ത് ഇൻസേർട്ടിൻ്റെ അകത്ത് റോസ് ബിലോ താഴെയല്ലേ വരണ്ടേ, അപ്പോൾ റോസ് ബിലോ കൊടുക്കുക. അപ്പോൾ അവിടെ റോ വരുന്നതായിരിക്കും. അവിടെ എന്തെങ്കിലും സാമ്പിൾ ഡേറ്റ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സാമ്പിൾ ഡേറ്റ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇവിടെ 1 2 3 4 5 വരെ വന്നിട്ടുണ്ട്. 6 കൊടുക്കാം. എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. എൻ്റെ പേര് ഞാൻ കൊടുക്കുന്നു. പിന്നെ സാമ്പിൾ ഡേറ്റ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ കൊടുക്കാം. അപ്പം 10, സബ്ജക്റ്റ് 2 20, സബ്ജക്റ്റ് 3 30, പിന്നെ ടോട്ടൽ 30 20 50 50 10 60 കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സാമ്പിൾ ഡേറ്റയും കൊടുത്ത് സേവ് ചെയ്തു. ഇനി പിന്നെ നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ ലാസ്റ്റ് കോളം ഇതാണല്ലോ, ടോട്ടലാണല്ലോ ലാസ്റ്റ് കോളം, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് കോളത്തിൻ്റെ എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് കേഴ്സർ വെക്കുക. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് കേഴ്സർ വെക്കാം, അല്ലെങ്കിൽ ഇത് ഫുൾ സെലക്ട് ചെയ്യാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് കേഴ്സർ വെച്ചാലും മതി, അല്ലെങ്കിൽ സെലക്ട് ചെയ്താലും മതി. അപ്പോൾ കേഴ്സർ ഈ ലാസ്റ്റ് കോളത്തിൻ്റെ എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ്. എന്നിട്ട് ഡിലീറ്റിൻ്റെ അത് ഏതെടുക്കണം, കോളംസ് എടുക്കുക. അപ്പോൾ ആ കോളം കണ്ടോ, ടോട്ടൽ എന്ന് പറഞ്ഞ കോളം പോയില്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആദ്യമേ ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് വെക്കാം. വെച്ചിട്ട് ടേബിൾ എടുത്തിട്ട് ഡിലീറ്റ് എടുത്തിട്ട് കോളംസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കോളം അങ്ങ് പോകുന്നതായിരിക്കും. ഇനി നമ്മളോട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫോർത്ത് റോ നമ്മളിപ്പം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു 6 പ്രിയ എന്ന് കേട്ട ഒരു ഇതില്ലേ, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നുകിൽ ആ റോ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ റോയിൻ്റെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കുക. വെച്ചിട്ട് ടേബിൾ എടുത്തിട്ട് ഡിലീറ്റ് കൊടുത്തിട്ട് റോസ് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ആ ഒരു 6 പ്രിയ കൊടുത്തത് അങ്ങ് ഡിലീറ്റഡ് ആയി. അപ്പം ഒന്നുകൂടെ കാണിക്കാം. നമുക്ക് ഈ പുതുതായിട്ട് സാമ്പിൾ ഡേറ്റ കൊടുത്ത ആ റോ ആണ് കളയാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുക. ടേബിളിൽ ഡിലീറ്റ് റോസ് ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റോസ് കൊടുക്കുക. അപ്പോൾ ആ റോ അങ്ങ് ഡിലീറ്റായി പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ട സ്റ്റെപ്സ്. അത് ലാസ്റ്റ് എല്ലാം ചെയ്തതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. തുടക്കത്തിലേ സേവ് ചെയ്യേണ്ടതാണ്, ഞാനതങ്ങ് വിട്ടുപോയി. ഒന്നെങ്കിൽ തുടക്കത്തിലേ സേവ് ചെയ്തിട്ട് ലാസ്റ്റിലും ഈ സാധനമൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ സേവ് ചെയ്യേണ്ടതാണ്. നമ്മളെവിടെ സേവ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറുടെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫോൾഡറുടെ അകത്ത് എന്ത് പേരാണ് കൊടുക്കേണ്ടത്,
അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, പേര് കൊടുക്കേണ്ടത് മാർക്ക് ലിസ്റ്റ് എന്നാണ്. അപ്പോൾ നമ്മളെവിടെ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, മാർക്ക് ലിസ്റ്റ് കൊടുക്കുക. എന്നിട്ട് .odt കൊടുക്കണമെന്നില്ല, ജസ്റ്റ് സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാർക്ക് ലിസ്റ്റ് .odt ആയിട്ട് സേവായി പോകുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ നമ്മൾ ചെയ്യേണ്ട രീതി. ഓക്കെ.